ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. അന്താരാഷ്ട്ര യുവജന ദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന പാർലമെന്റ്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിക്കും. ഹർ ഘർ തിരങ്ക പ്രചാരണത്തിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എല്ലാവരും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ആഹ്വാനം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രകാശനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർക്കടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ തുടരും. മുംബൈയിലെ ഘാട്ട്കോപ്പർ മേഖലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയവും അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടും ഉൾപ്പെടെ ഉന്നയിച്ച് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കണമെന്നും നീറ്റ് വിഷയത്തിൽ സഭയിൽ പ്രസ്താവന നടത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തയ്യാറാണെന്നും സ്പീക്കർ ഓം ബിർള അറിയിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. അന്താരാഷ്ട്ര യുവജന ദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന പാർലമെന്റ്. യുവജനങ്ങളുടെ പ്രാഗൽഭ്യം ആഗോളതലത്തിൽ രാജ്യത്തിന് അംഗീകാരം നേടിക്കൊടുക്കുന്നതായി സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇന്ത്യൻ യുവതയ്ക്ക് സാധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. आज अंतर्राष्ट्रीय युवा दिवस है और विश्व स्तर पर भारत के युवाओं ने शिक्षा, विज्ञान, अंतरिक्ष विज्ञान, टेक्नोलॉजी, उद्यमिता कई क्षेत्रों के अंदर विशेष पहचान बनाई है. आज उनका सामर्थ्य के कारण दुनिया में भारत का नाम हो रहा है. देश का युवा भी चाहता है कि उनके विषयों पर चर्चा हो. യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതിനാണ് ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 2000 മുതലാണ് ദിനാചരണം ആരംഭിച്ചത്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റാനുള്ള പുനർനാമകരണ ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമ ഭേദഗതി ബില്ലും രാജ്യസഭ ഇന്ന് പരിഗണിച്ചേക്കും. നീറ്റ് വിദ്യാർത്ഥി സമരം ഉൾപ്പെടെ ഏത് വിഷയത്തിലും പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിപക്ഷത്തിന് ഇത് സംബന്ധിച്ച നോട്ടീസ് സ്പീക്കർക്ക് നൽകാവുന്നതാണെന്നും 3 മണി മുതൽ ചർച്ച നടത്താമെന്നും അദ്ദേഹം പാർലമെന്റ് സമുച്ചയത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമായിരുന്ന വന്ദേ മാതരം രാജ്യത്തിന്റെ സ്വത്വത്തെ ഇന്നും ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച ഹർ ഘർ തിരങ്ക ബൈക്ക് റാലിയെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊളോണിയൽ ഭരണത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയെ യോജിപ്പിച്ചു നിർത്താൻ വന്ദേ മാതരത്തിലെ വരികൾക്ക് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഹർ ഘർ തിരങ്കയിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ഉപരാഷ്ട്രപതി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ജീവിതയാത്രയുടെ ആഴത്തിലുള്ള വിവരണമാണ് ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് എന്ന പേരിലുള്ള ആത്മകഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രവികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശ്രീ രാംനാഥ് കോവിന്ദ് ഇന്നും സജീവമായി ഇടപെടുന്നതായി പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതയാത്രയെക്കുറിച്ച് പഠിക്കാനും അത് മാതൃകയാക്കാനും ശ്രീ മോദി രാജ്യത്തെ യുവതലമുറയോട് അഭ്യർത്ഥിച്ചു. हमें भविष्य में कोविंद जी जैसे अनेकों युवा चाहिए जो परेशानियों से परास्त न हो बल्कि अपनी मेहनत से हर मंजिल को आसान बनाने का हौसला रखे. इसी बदलाव से सशक्त भारत के निर्माण का संकल्प पूरा होगा. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി അറിയപ്പെടുന്ന ഡോക്ടർ വിക്രം സാരാഭായിയുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ശാസ്ത്രമേഖലയിലെ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയ്ക്ക് അടിത്തറ പാകിയതായി കേന്ദ്രമന്ത്രി അനുസ്മരിച്ചു. ശാസ്ത്രം ജനജീവിതത്തെ മെച്ചപ്പെടുത്തുമെന്ന വിക്രം സാരാഭായിയുടെ ആശയം ഇന്ത്യയെ പുതിയ ദിശയിലേക്ക് നയിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. മുംബൈയിലെ ഘാട്ട്കോപ്പർ മേഖലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം, 4 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. കനത്ത മഴയെ തുടർന്ന് ചിരാഗ് നഗറിൽ ഇന്ന് പുലർച്ചെ 4 മണിക്കടുത്താണ് അപകടമുണ്ടായത്. മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കർക്കിടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനെത്തിയത്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ തുടരും. തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പമ്പ ത്രിവേണി, നാഗമഠ മഹാദേവർ ക്ഷേത്രം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, ബാവലി പുഴയോരം, തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആയിരങ്ങളാണ് ഇന്ന് ബലിതർപ്പണത്തിനെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് സമാപിക്കും. ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ആളുകളാണ് തിരുനെല്ലിയിലേക്ക് എത്തിയത്. തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക വഴിപാട് കൗണ്ടറുകളും ഒരുക്കിയിരുന്നു. KSRTC പ്രത്യേക സർവീസും നടത്തിയിരുന്നു. ബലിതർപ്പണത്തിനായി 10ലധികം കർമ്മിമാരെയും നിയോഗിച്ചു. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ സംബന്ധിച്ച 5 ദിവസത്തെ അഭ്യാസം വെള്ളിയാഴ്ച സമാപിക്കും. 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം നൽകുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദ്രജിത് സിംഗും പങ്കെടുക്കും. ഇന്ന് ലോക ആന ദിനം. ആനകളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ രാജ്യത്ത് നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 33 ആന റിസർവുകൾ, ശാസ്ത്രീയ പിന്തുണയോടെ വികസിപ്പിച്ച 150 ആനത്താരകൾ, മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നിരവധി നടപടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടപ്പാക്കിയതായും അദ്ദേഹം പറഞ്ഞു. യുഎസിലെ സെയിന്റ് ലൂയിസിൽ നടക്കുന്ന സിൻഫീൽഡ് കപ്പ് ചെസ് ടൂർണമെന്റ് 2ാം റൌണ്ടിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക് വിജയം. ഉസ്ബെക്കിസ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർ ജവോക്കിർ സിന്ദറോവിനെയാണ് പരാജയപ്പെടുത്തിയത്. 95 നീക്കങ്ങളുണ്ടായിരുന്ന മത്സരത്തിൽ ഉടനീളം ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് ടൂർണമെന്റിലെ ആദ്യ വിജയം പ്രജ്ഞാനന്ദ നേടിയത്. നൈജീരിയയിലെ ലാഗോസിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച മെഡൽ നേട്ടവുമായി ഇന്ത്യ. ആദ്യ ദിനം 17 മെഡലുകൾ നേടിയ ഇന്ത്യൻ ഫെൻസർമാർ 2ാം ദിനവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സീനിയർ പുരുഷ വിഭാഗം മത്സരങ്ങളിൽ ഇന്നലെ കരൺ സിംഗും ഷെർജിൻ ഷാന്തിമോളും ഇന്ത്യയ്ക്കായി സ്വർണ്ണ മെഡലുകൾ നേടി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 637 പോയിന്റ് ഇടിഞ്ഞ് 77,517ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 197 പോയിന്റ് നഷ്ടത്തിൽ 24,275ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 95 രൂപ കൂടി 14,195 രൂപയും പവന് 760 രൂപ വർദ്ധിച്ച് 1,13,560 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. 80ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി നാളെ നടക്കും. കണ്ണൂരിലെ സെക്യൂറ സെന്റർ പരിസരത്ത് വൈകുന്നേരം 6 മണിക്കാണ് പരിപാടി. സ്വാതന്ത്ര്യത്തിന്റെ ആവേശവും രാജ്യസ്നേഹത്തിന്റെ അഭിമാനവും പകർന്നു നൽകുന്ന ദേശഭക്തി ഗാനങ്ങളും സംഗീത ആവിഷ്കാരങ്ങളും അരങ്ങേറും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. പ്രവാസി മലയാളികൾക്കായി നടപ്പാക്കുന്ന നോർക്ക കെയർ പ്ലസ് സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ പുതിയ എൻറോൾമെന്റ് ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ മാസം 18-ന് നിർവഹിക്കും. സെപ്റ്റംബർ 18 വരെ പദ്ധതിയിൽ അംഗമാകാൻ അവസരമുണ്ട്. 2026 മാർച്ചിൽ ആരംഭിച്ച നോർക്ക കെയർ പ്ലസിൽ ഏപ്രിൽ വരെ 32,000 പ്രവാസി കുടുംബങ്ങൾ അംഗങ്ങളായി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയെ തുടർന്നുള്ള ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബത്തിലെ ഒരംഗത്തിന് സർക്കാർ ജോലി നൽകണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. അന്താരാഷ്ട്ര യുവജന ദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിക്കും. ഹർ ഘർ തിരങ്ക പ്രചാരണത്തിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എല്ലാവരും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ആഹ്വാനം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രകാശനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
കർക്കടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ തുടരും. മുംബൈയിലെ ഘാട്ട്കോപ്പർ മേഖലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.